തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, 2017 ജൂൺ മാസം ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ 400 പേര് താമസിക്കുന്ന 120 മുറികളുള്ള 27 നിലയുള്ള കെട്ടിടത്തിന് വെളുപ്പിന് 1 മണിക്ക് തീ പിടിക്കുകയാണ്. വെളുപ്പിന് തീ പിടിച്ചതുകൊണ്ട് പലർക്കും രക്ഷപ്പെടാൻ പറ്റിയില്ല. 40 പേര് അപകടത്തിൽ മരിക്കുകയാണ്. 100 പേർക്ക് പരിക്ക് പറ്റുകയുണ്ടായി. അതിലൊരു സംഭവം പ്രത്യേകിച്ച് പത്രങ്ങളിൽ വാർത്തയായി വന്നു. അത് ഇപ്രകാരമാണ്. 10ാം നിലയിൽ താമസിക്കുന്ന ഒരമ്മയും ഒരു കുഞ്ഞും. അമ്മ തീപിടുത്തത്തിൻ്റെ ബഹളം കേട്ട് ഉണർന്നപ്പോൾ തീ തങ്ങളുടെ ബെഡ്റൂമിലെത്തിയിരിക്കുകയാണ്. കുട്ടിയെ ഉടൻ തന്നെ എഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് ആ പിഞ്ചു കുഞ്ഞിനെ അടുത്തുള്ള ജനലിലൂടെ താഴോട്ട് അമ്മ ഇടുകയാണ്. ആ കുഞ്ഞ് ഏതോ അദൃശ്യ കരങ്ങളിൽ സുരക്ഷിതനായിട്ട് എത്തുകയാണ്. പിറ്റേ ദിവസങ്ങളിലെ പത്രങ്ങളിലെ വാർത്ത ഇപ്രകാരമായിരുന്നു: മാലാഖമാരുടെ അദൃശ്യ കരങ്ങൾ. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ചിലപ്പോഴെല്ലാം ഈ അദൃശ്യ കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അപകടങ്ങളിൽ നിന്നായിരിക്കാം. ചിലപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയിൽ നമ്മൾ ആരും അറിയാതെ ഒരാൾ നമ്മളുടെ അടുത്ത് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ച കാര്യം. ചിലപ്പോഴൊരു സഹായമായിരിക്കാം. ഇങ്ങനെ പല രീതിയിൽ അദൃശ്യ കരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായിട്ടില്ലേ? ദാനിയേലിൻ്റെ പുസ്തകം 14-ാം അധ്യായം. ബാബിലോൺ രാജാവായ സൈറസ് തൻ്റെ ദേവനെ ആരാധിക്കാത്തത് കൊണ്ട് ദാനിയേലിനെ സിംഹക്കുഴിയിലിടുകയാണ്. 6 ദിവസം 7 സിംഹങ്ങളുടെ നടുവിൽ ദാനിയേൽ കഴിയുകയാണ്. പക്ഷെ ദൈവം ഹബക്കുക്ക് എന്ന പ്രവാചകനെ യൂദായിൽ നിന്ന് ദൈവദൂതൻ വഴി പൊക്കിയെടുത്തുകൊണ്ട് ബാബിലോണിലെ സിംഹക്കുഴിയിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവദൂതൻ്റെ അദൃശ്യമായ കരങ്ങൾ അവിടെ പ്രവർത്തിച്ച് ദാനിയേലിന് ഭക്ഷണം കൊടുക്കുകയാണ്. ദാനിയേലിനെ സംരക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മുടെ കാവൽ മാലാഖമാരുടെ അദൃശ്യമായ കരങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മതി, അവനൊന്ന് വിളിച്ചാൽ മതി, അവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുകയാണ്. മാലാഖമാർ ഉണ്ടെന്നുള്ളത് നമ്മുടെ വിശ്വാസ സത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിന് വിശുദ്ധ ഗ്രന്ഥവും പാരമ്പര്യവും മറ്റുള്ള സഭയുടെ പഠനങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ്, അതിന് തെളിവുകൾ നൽകുന്നതാണ്. നമ്മുടെ കാവൽ മാലാഖമാരോട് ചേർന്നുകൊണ്ട് നമുക്ക് ഈശോയിലേക്ക് കൂടുതൽ അടുത്തു വരാം. ആ അദൃശ്യ കരങ്ങളെ കൂടുതൽ മനസ്സിലാക്കുവാൻ, അനുഭവിക്കാൻ, അവരോട് കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.